കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകമെങ്ങും മുഴങ്ങുന്ന നാദം വിജ്ഞാനദീപം നിറകതിർ വീശി നേരിൻ്റെ പാത തുറക്കണേ ദേവാ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരടിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ജാഗ്രതയെയും ആശ്രയിച്ചിരിക്കുന്നു. കനകാക്ഷരങ്ങളിൽ ആലേഖിതമായ അതിൻ്റെ ചരിത്രം നമ്മുടെ നാടിൻ്റെ സൽപ്പേരിനു വേണ്ടി നന്നായി പ്രവർത്തിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. നാം നമ്മുടെ ദേശീയ പതാകയോട് അചഞ്ചലമായ കൂറ് പ്രഖ്യാപിക്കുന്നതോടൊപ്പം അതിൻ്റെ പാത നമ്മുടെ പാത ആയിരിക്കുമെന്നും അതിൻ്റെ തിളക്കവും യശസ്സും വർദ്ധിക്കുവാനും രാഷ്ട്രസമുച്ചയത്തിൽ അതിനെ സാഭിമാനം പറപ്പിക്കുവാനും നമ്മിൽ ഓരോ വ്യക്തിയും ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപക്ഷെ ധാരാളം കേട്ടുകാണും. ഞങ്ങൾ സർവീസ് പ്രോജക്റ്റുകളായാലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഓടനാവട്ടം ലയൺസ് ക്ലബ്ബ് മറ്റ് ക്ലബ്ബുകളോടൊപ്പം തന്നെ മുൻപന്തിയിലാണ്. തീർത്തും ഞങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ, അതായത് സർവീസാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് സമൂഹത്തിൽ എല്ലാ തുറകളിലും ഞങ്ങൾ അത് പങ്കെടുക്കുകയും എല്ലാ രീതിയിലും ഞങ്ങൾ ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനം ക്രോഡീകരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാം എത്തിച്ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെയധികം അഭിമാനം തരുന്ന ഒരു വസ്തുതയാണ്. ഏകദേശം 50ഓളം വിദ്യാർത്ഥികളെ +2 95% കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, അതേപോലെ SSLCക്ക് A+ ഫുൾ A+ വാങ്ങിച്ച വിദ്യാർത്ഥികൾ ഏകദേശം 50ഓളം പേർക്ക് ഏകദേശം 2.25 ലക്ഷം രൂപയോളം ഞങ്ങൾ കൊടുക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. തികച്ചും അത് ഞങ്ങൾക്ക് അഭിമാനമുള്ള ഒരു കാര്യമത്രേ. പഠിക്കാൻ മിടുക്കരായിട്ടുള്ളവരെ പരിപോഷിപ്പിക്കുക എന്നത് ലയൺസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് എന്നും പ്രചോദനമേ ഉണ്ടായിട്ടുണ്ടാവും. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന മാനുഷിക മൂല്യങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രവർത്തന ശൃംഖല എന്ന നിലയിൽ ഞങ്ങൾ നടത്തിവരുന്ന മഹത് പ്രവർത്തനങ്ങളിൽ ഒന്നാണ് മിടുക്കരായ കുട്ടികളെ അവരുടെ മികവിനെ പരിപോഷിപ്പിക്കുക എന്നത്. ഓടാനാവട്ടം ലയൺസ് ക്ലബ്ബ് പ്രതിനിധികളെ സംബന്ധിച്ച് സമ്പത്തിൽ വിഹിതം അർഹർക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ലാതെ പ്രവർത്തിക്കുന്ന അംഗങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ ക്ലബ്ബ്. പ്രത്യേകിച്ചും ഒരു റൂറൽ ഏരിയയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകളും അവശതകളും കൂടുതലുണ്ട് എന്ന ബോധ്യം വന്നാൽ കൂടുതൽ ത്വരിതഗതിയിൽ പ്രവർത്തിക്കാൻ തക്ക മനസ്സും പ്രാപ്തിയും നേടിയെടുത്ത അതിൽ വിജയിച്ച അംഗങ്ങൾ കൂടിയാണ് യഥാർത്ഥത്തിൽ
ഈ ലയൺസ് ക്ലബിലുള്ളത്? കഴിഞ്ഞ 3 വർഷമായി ഇന്റർനാഷണൽ അസോസിയേഷനിൽ കൂടുതൽ സംഭാവനകൾ നൽകി ഒത്തിരി പ്രൊജക്റ്റുകളെ സഹായിക്കുന്ന ഒരു ക്ലബ്ബ് കൂടിയാണ് ഒടനാവട്ടം ലയൺസ് ക്ലബ്ബ്. ഈ ഒടനാവട്ടം ലയൺസ് ക്ലബ്ബിലെ ലയൺ പ്രതാപിനെ ഞാൻ കണ്ടു. ഇവിടെ സമീപപ്രസിദ്ധ ആയൂരിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് സൗജന്യമായി സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ലയൺസ് ഇന്റർനാഷണൽ സമീപിച്ചപ്പോൾ ഇവിടുന്ന് 3 പേര് അതുമായി സംബന്ധിച്ച് $1000 വീതം എടുത്ത് തന്ന് സഹായിച്ച ഒരു ക്ലബ്ബാണ് ഒടനാവട്ടം ലയൺസ് ക്ലബ്ബ്. $5500 ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തന്ന അത്ര സന്മനസ്സിട്ടുള്ളവരായിട്ടുള്ള ഒരു ക്ലബ്ബ് അംഗങ്ങളാണ് ഈ ക്ലബ്ബിനെ സംബന്ധിച്ച്. അവരുടെ ജോലി ചെയ്യുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം സാധാരണക്കാരായും അവശത അനുഭവിക്കുന്നവർക്കും വേണ്ടി നീക്കിവെക്കുന്നു. ലയൺസ് ഇന്റർനാഷണൽ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒടനാവട്ടത്തുള്ളവർക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പലവിധ സൗകര്യങ്ങളും കിട്ടുന്നതിന് വേണ്ടി, അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ഗുണം ലഭിക്കുന്നതിനേക്ക് വേണ്ടി സഹായം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഒടനാവട്ടം ലയൺസ് ക്ലബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം അവർക്ക് ചെയ്യണമെങ്കിലും മുതിർന്ന ആളുകളോട് അന്വേഷിക്കും. അതനുസരിച്ച് കൃത്യമായി വളരെ ചിട്ടയോടുകൂടി ഈ ഡിസ്ട്രിക്റ്റിൽ ഏകദേശം 160ഓളം ലയൺസ് ക്ലബ്ബുകളാണ് ഉള്ളത്. ഈ ഡിസ്ട്രിക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലയുടെ കാർത്തികപ്പള്ളി താലൂക്ക് ഇത്രയും ചേർന്നാണ് ഞങ്ങളുടെ ഒരു ലയൺസ് ഡിസ്ട്രിക്റ്റ്. ഈ ഡിസ്ട്രിക്റ്റിലെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. ഓടനാവട്ടം ലയൺസ് ക്ലബ്ബ് അവരെയൊക്കെ ആദരിക്കുന്നതിന് വേണ്ടി ഈ സമൂഹ നന്മയ്ക്ക് അവര് തുനിയുകയാണ്. ഈ കുട്ടികളായിരിക്കുമ്പോൾ ഈ ചെറിയ ആദരവുകൾ, ഈ ചെറിയ സമ്മാനങ്ങൾ ഭാവിയിൽ അവർക്ക് വലിയ മുതൽക്കൂട്ടാകും, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോത്സാഹനമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുഞ്ഞുങ്ങളെ, ഈ ലയൺസ് ക്ലബ്ബ് പ്രസ്ഥാനം എന്നുള്ളത് ഞങ്ങൾ ചെയ്യുന്നത് ലോകത്തെമ്പാടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, ഫ്രണ്ട്ഷിപ്പ് വളർത്തുക, സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ധാരാളം സംഭാവനകൾ ചെയ്യുക. അത് നിങ്ങൾക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 1-2 വർഷങ്ങൾ കൊണ്ട് തന്നെ ഓടനാവട്ടം ലയൺസ് ക്ലബ്ബ് അത് തെളിയിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. കൂടാതെ ലീഡർഷിപ്പിലേക്ക് പോകാനുള്ള പടവുകൾ കയറുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ലയൺസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഓടനാവട്ടം ലയൺസ് ക്ലബിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എടുത്തു പറയത്തക്ക, എനിക്ക് മുൻപ് സംസാരിച്ച വ്യക്തികൾ പറഞ്ഞു കാര്യം, വളരെ അച്ചടക്കത്തോടെയും വളരെ ആത്മാർത്ഥതയോടെയും കഴിഞ്ഞ ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റിയവർ ഈ ലയൺസ് ക്ലബ്ബ് ഇവരിൽ നിന്ന് നിസ്വാർത്ഥ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി, ഒരുപാട് പ്രതീക്ഷകളോടെ വരും വർഷങ്ങളിൽ പുതിയ പ്രോജക്റ്റുകൾ ഇവിടെ നിർദ്ദേശങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും ഈ ലയൺസ് ക്ലബിൻ്റെ ഈ ഭാവിയിലോട്ടുള്ള വളർച്ചയ്ക്കും ഈ ജനങ്ങളുടെ അംഗീകാരത്തിനും വേണ്ടിയായിരിക്കും ഇനിയുള്ള കാലം എന്നുള്ളതിനുണ്ട്. അതിനെ കൂടുതൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രധാനമായി ഇപ്പോഴാണ് ഇത്തരത്തിൽ കുട്ടികളെ അനുമോദിക്കാനും നമ്മുടെ വെളിയം പഞ്ചായത്തിൽ മുഴുവൻ A+ മേടിച്ച കുട്ടികളെ അനുമോദിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഇത്തരത്തിലൊരു ഫംഗ്ഷൻ നടത്താൻ കഴിഞ്ഞത്. മുൻകാലങ്ങളിലും ഈ കുട്ടികൾക്കെല്ലാം ഓരോ ക്ലബിൻ്റെയും അല്ലെങ്കിൽ ശാഖയുടെ എല്ലാത്ത പരിപാടികളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല പ്രാവശ്യങ്ങളിലും ഇത് കൊടുക്കാൻ ഞാനും ഉണ്ടായിരുന്നു, കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ SSLCക്ക് ഫുൾ മാർക്കും മേടിച്ചുകൊണ്ട് പോകുന്ന കുട്ടികൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് അടുത്ത +2-ന് അവർക്ക് അതുണ്ടാവുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുക. അത് പറഞ്ഞപ്പോൾ പലരും ചിരിക്കുന്നുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ അത് +2-നും അതുണ്ടാവണം. ആ ഒരു വാശിയോടെ നമ്മുടെ കുട്ടികൾ പഠിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്.